നിലമ്പൂർ എം.എൽ.എ. പി.വി. അൻവർ പോലീസിനെതിരെ രംഗത്തിറങ്ങിയ അവസരം ശരിക്കും ഉപയോഗിച്ച് സ്വർണ്ണക്കടത്തുകാർ. അൻവറിന്റെ വാദങ്ങളെ ന്യായീകരിക്കും വിധത്തിൽ പോലീസിന് എതിരായി മൊഴി നൽകാൻ ചിലർ സംഘടിതമായി ശ്രമിച്ചു. ഇതിന് പിന്നിൽ അൻവറിന് തന്നെ ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാണ്. എം.എൽ.എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ഇതിന് ചില പോലീസുകാരുടെ സഹായം ലഭിച്ചെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചു. ചില പോലീസുകാരുടെ പേരുകൾ ഉൾപ്പെടെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പോലീസിനെ നിർവീര്യമാക്കുന്ന നടപടിയുണ്ടാകില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളിലെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനും പോലീസിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു. പോലീസ് സ്വർണ്ണക്കടത്ത് കേസിൽ പിടികൂടിയ കാരിയർമാരായ പ്രതികളെയാണ് സ്വർണ്ണക്കടത്ത് സംഘം പോലീസിനെതിരെ മൊഴി നൽകാൻ സമീപിക്കുന്നത്.